ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നലെ ഒരു അനോണിമസ് മെസ്സേജ് അയക്കാൻ വേണ്ടി ഒരു ലിങ്ക് ഇൻസ്റ്റഗ്രാം പേജിലും പിന്നെ വാട്സപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം 130 ആളുകൾക്ക് പുറത്ത് നമ്മുടെ ആ ഒരു ലിങ്ക് കണ്ടിട്ടുണ്ട്. അതിൽ ഒരുപാട് പേര് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ചധികം ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഞാൻ എനിക്ക് ആദ്യം എടുത്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു മെസ്സേജ് കണ്ടപ്പോഴേ ആരാണെന്ന് എനിക്ക് കത്തി. അപ്പോൾ ഹായ് കുരിപ്പെന്ന്, ഹലോ കുരിപ്പെന്നാണ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും തിരിച്ച് ഹായ്. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, വാട്ട് ഈസ് യുവർ കറൻറ്റ് സിറ്റുവേഷൻ? എന്താണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്നാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞിട്ട് വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നു, പിന്നെ ട്യൂട്ടറിലേക്ക് പോകുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ, വേറെ കുഴപ്പമൊന്നുമില്ല. അടുത്തത് ഫേവറേറ്റ് ആർട്ടിസ്റ്റ്. ഫേവറേറ്റ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരാളില്ല. ഫേവറേറ്റ് ആർട്ടിസ്റ്റ് എന്ന് പറയാൻ ഒരാളില്ല. പിന്നെ ആരെങ്കിലും പറഞ്ഞേ പറ്റുള്ളൂ എങ്കിൽ ഞാനിപ്പോൾ ആരെ പറയാനാണ്. ദുൽഖർ സൽമാൻ. ഓക്കെ, അടുത്തത് ആസ്ക് മീ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, വൈ ആർ യു സോ പിക്കി വിത്ത് ഡേറ്റിംഗ്? ആര് പറഞ്ഞിരിക്കുക? ആര് പടച്ചിട്ടുണ്ട്? ആരുടെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കണേ? ഞാനിത്ര കൃഷിക്കാരന്മാർ, ഞാൻ പാവം. അതിന് ഡേറ്റ് എനിക്ക് ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്തെങ്കിലും ഡേറ്റ് ചെയ്യണമെന്ന് അവസ്ഥയെ. അടുത്തത് ഐ ലവ് യുവർ ആറ്റിറ്റ്യൂഡ്. ആർക്കടാ എൻ്റെ ആറ്റിറ്റ്യൂഡിന് ഇത്ര ഇഷ്ടം? ആർക്കാ? വന്നിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസേ. റെജീന ആമിയുടെ മൊബൈൽ ശരിയായോ? ഈ ചോദിച്ചിരിക്കുന്ന ആരായാലും റെജീന ആമിയുടെ മൊബൈൽ ശരിയായിട്ടുണ്ട്. ഇടയ്ക്ക് ഡിസ്പ്ലേ ഒക്കെ പോയതായിരുന്നു. ആ സംഭവമാണ് അതാണിപ്പോൾ ചോദിക്കുന്നത്. ആൾ അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. ശരിയായിട്ടുണ്ട്. അടുത്തത്, ഹേ ബ്രോ, ഐ ക്യാൻ ഇൻസ്റ്റാൾ മൈൻക്രാഫ്റ്റ് ബെറ്റർ. നൈസ്. ഓക്കെ, അടുത്തത് ആരോ ഹായ് അയച്ചിട്ടുണ്ട്. ആ ഒരാൾ ആരാണെങ്കിലും അയാൾക്ക് ഹായ് തിരിച്ചു പറയുന്നു. അടുത്തത് അൺഡിഫൈൻഡ്, അതായത് പ്രത്യേകിച്ചൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടു ഗൈസ്. ലയൻ നെയ്മ്. എന്നെ ആരോ വിളിച്ചു. അപ്പോൾ നിൻ്റെ അടുത്തൊക്കെ ആര് പറഞ്ഞു എനിക്ക് ലയനുണ്ടെന്ന്? എന്ത് കണ്ടിട്ടാണ് നീയൊക്കെ ഇത് ചോദിക്കണേ? എന്ത് കണ്ടിട്ടാണ് നീയൊക്കെ ചോദിക്കുന്നത് ലയനുണ്ടോ ഇല്ല അതിൻ്റെ പേരൊക്കെ? പിന്നെ ഞാനിപ്പോൾ ഉണ്ടെങ്കിൽ പോലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. യുവർ ഫ്യൂച്ചർ പ്ലാൻസ്. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാൻസൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ നടക്കാൻ പോകുന്നത് മാത്രം അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ നടക്കും. ഒരുപാട് പ്ലാൻസ് ഉണ്ട്. അതൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വീഡിയോ മൊത്തം പറയേണ്ടി വരും. അടുത്തത്, ഈസ് പേഴ്സണാലിറ്റി ഓർ ലുക്സ് മോർ ഇമ്പോർട്ടൻറ്റ് ടു? ഗൈസ്, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പേഴ്സണലായിട്ടുള്ള അനുഭവങ്ങൾ എന്നൊക്കെ പറയുകയാണ്. ആരെയും ലുക്ക് നോക്കി ഞാൻ പഠിച്ചിട്ടുള്ളത് ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്നാണ്. ഒരിക്കലും ഒരു ബുക്കിന് അതിൻ്റെ കവർ കൊണ്ട് വിലയിരുത്താൻ പാടില്ല. ഞാൻ പേഴ്സണാലിറ്റിയാണ് നോക്കുന്നത്. പേഴ്സണലായിട്ടുള്ള കാര്യമാണ്, പേഴ്സണാലിറ്റിയാണ് നോക്കുന്നത്. പിന്നെ ലുക്ക് അത്ര എനിക്ക് ലുക്കൊന്നും വലിയ കുഴപ്പമുള്ളതല്ല. ഓക്കെ, പേഴ്സണാലിറ്റി അതാണ് അവിടെ പോകും. അതാണ് നമുക്ക് വേണ്ടത്. അടുത്ത്, വാട്ട്സ് യുവർ ഫേവറേറ്റ് തിങ് ഇൻ ദി വേൾഡ്? എൻ്റെ ഫേവറേറ്റ് തിങ് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ പറയാൻ പറ്റുന്ന ദിവസം ചോദിക്കുമോ? ഞാൻ തന്നെ, അല്ലാതെ ഞാനാണ് ഫേവറേറ്റ് ആയിട്ടുള്ളത് എനിക്ക്. അടുത്ത്, ബ്രോ പ്രിജി ആയിട്ട് എന്തൊരു റിലേഷൻഷിപ്പ്? ഇത് സാറങ്ങനെ കേട്ടാനുള്ള അവസ്ഥ. ഞങ്ങളുടെ NSSൻ്റെ PO ആണ്, പ്രോഗ്രാം ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹവുമായിട്ട് ഉള്ള റിലേഷൻഷിപ്പ് അതാണ്. ഞങ്ങളുടെ സാറാണ്, അധ്യാപകനാണ്. അങ്ങനെയുള്ള റിലേഷൻഷിപ്സ് ആരായാലും ബിഗ് സല്യൂട്ട്. ബോണ്ട വേണോ കളിയാ? എടുത്തോ, നമുക്ക് കഴിക്കാം. ഇപ്പോൾ അടുത്തിടെ എമ്പുരാൻ എന്ന സിനിമ റിലീസായതിനു ശേഷം സെൻസറിങ്ങിന് വിധേയമാക്കപ്പെട്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ശരിക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞാൽ സെറ്റാകത്തില്ല.
അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ഈ ചരിത്രത്തെ തേച്ച് മാച്ച് കളയുമ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പോൾ ഈ ഒരു എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഭയങ്കരമായിട്ട് കൊള്ളുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. 2002 നടന്ന ഗുജറാത്ത് കലാപത്തെ സംബന്ധിച്ചുള്ള ആ ഒരു ടീമിലാണ് ഈ എമ്പുരാൻ സിനിമ എടുത്തിരിക്കുന്നത് എന്നാണ് ഞാൻ അറിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ഞാൻ കണ്ടിട്ടില്ല. സോ അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ ഇത് പറഞ്ഞാൽ സെറ്റാകത്തില്ല. ചിലപ്പോൾ വീഡിയോ ഒക്കെ റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് സെറ്റാകത്തില്ല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. അടുത്തത് എവരിവൺ ലൈക്സ് യു TBH ടു ബി ഹോണസ്റ്റ്. അങ്ങനെ താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ് കുട്ടാ സുഖമാണോ? സുഖമാണ്. അടുത്തത് എക്സാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ ക്വസ്റ്റിൻ്റെ ബാക്കിയാണ്. കുഴപ്പമില്ലായിരുന്നു, ഓക്കെയാണ്, അങ്ങനെയൊക്കെ പറയാം. നെക്സ്റ്റ് ഹൗ മെനി പീപ്പിൾ ആർ യു ടോക്കിംഗ് ടു? എന്നോട് എത്ര പേര് സംസാരിക്കുന്നതാണ്, ഞാൻ എത്ര പേരോട് സംസാരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ എത്ര പേരോട് സംസാരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് ഇങ്ങോട്ട് വന്ന് മിണ്ടുന്ന എല്ലാവരോടും ഞാൻ സംസാരിക്കും. ബിക്കോസ് എനിക്ക് ഇൻഡിവിജ്വലി അങ്ങോട്ട് പോയി മിണ്ടാൻ ഒരു ഫിയർ ആണ്. ശരിക്കും എനിക്ക് സ്റ്റേജ് ഫിയർ ഇല്ല, ബട്ട് ഇൻഡിവിജ്വലി ഒരാൾക്ക് പോയി മിണ്ടാൻ ഭയങ്കര ഫിയറാണ്. അടുത്തത് ലൈഫിൽ എന്തെങ്കിലും ഒരു ഹാർഡായിട്ടുള്ള സിറ്റുവേഷനിൽ ശരിയായിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാണ്ട് സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥ വരുന്നേ എങ്ങനെയാവും അത് ഹാൻഡിൽ ചെയ്യുക? ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. സംഭവം നമ്മൾ ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ ഹാർഡ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ പലപ്പോഴും ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ പലർക്കും വന്നിട്ടുണ്ടാകും. ലൈഫിൽ ഇതുവരെയും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതെന്താണ് അവിടെ ഞാൻ എന്താണ് ചെയ്യുക എന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഞാനെപ്പോഴും പോസിറ്റീവായിട്ടാണ് ചിന്തിക്കാറ്. അവിടെയും പോസിറ്റീവായി ചിന്തിച്ച് മുന്നോട്ട് പോകാൻ നോക്കും. ബി പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഗുഡ് ബൈ. ഞാൻ പോകുന്നു. ഇതിലുണ്ടായിരുന്ന 2 മെസ്സേജുകൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ നൽകി വീണ്ടും റിയാക്ട് ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് ഞാനിതിൽ ചെയ്ത റിയാക്ഷനിൽ തൃപ്തനല്ല.